ഡിയേഴ്സ്. ഇതെങ്ങോട്ടാണെന്നാണോ ഈ രാത്രിയിൽ? ഒരു നാടകം കാണാനുള്ള പോക്കാണ്. നമ്മുടെ പള്ളി പെരുന്നാളാണ്. ഞാനും അമ്മയും എല്ലാവരും ഉണ്ട്. ബാക്കി എല്ലാവരും പള്ളിയിലുണ്ട്. ഞാനും അമ്മയും ഇത്തിരി താമസിച്ചാണ് അറിഞ്ഞത്. കുറേ വർഷങ്ങളായിരുന്നു നാടകം കണ്ടിട്ട്. പള്ളി പെരുന്നാളിൻ്റെ നാടകം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നാടകം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രഷ്യസ് അല്ലേ എല്ലാപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമാണ് നാടകം. അത് നമ്മൾ ഈ പള്ളികളിലോ അമ്പലങ്ങളിലോ ഇങ്ങനെ ഉത്സവ പെരുന്നാളൊക്കെ വരുമ്പോൾ നാടകം വെക്കുക. നമ്മൾ പള്ളിയിലെത്തി. പള്ളിയൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഫുൾ ലൈറ്റ് കേട്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നാടകം ഏകദേശം 7 മണിയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് എത്തിയത്. കുർബാന ഉണ്ടായിരുന്നു. കുർബാന എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ ഇറങ്ങിയതാണ്. തിരുവനന്തപുരം എല്ലാവരും സീറ്റ് വെപ്പിച്ച് നല്ല നാളിൻ്റെ ഫാമിലിയാണ് കേട്ടോ. കുഞ്ഞു കുറേ പിള്ളേരുണ്ടായിരുന്നു. പൊന്നൊഴികെ ബാക്കി എല്ലാവരും എഴുതുന്ന നാടകം കണ്ട്. പള്ളി ഉണ്ടോ സൂപ്പറല്ലേ കാണാൻ. ലൈറ്റെല്ലാം ഇട്ടിട്ട് എല്ലാവരും സീറ്റൊക്കെ വെച്ച് നാടകമൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാടകം തുടങ്ങാൻ പോകുന്നു. തിരുവനന്തപുരം സംഘവേലിയുടെ ലക്ഷ്മണരേഖയാണ് നാടകം. അമ്മയുടെ കുറേ ഫ്രണ്ട്സിനെല്ലാം സീറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു. ഹലോ ഹലോ ായിട്ട് പോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 3 സംസ്ഥാന അവാർഡുകൾ നേടിയ നാടകമാണിത്. മികച്ച രചന, മികച്ച നടി, മികച്ച ഗായകൻ അങ്ങനെയുള്ള അവാർഡുകൾ നേടിയ ഈ നാടകം നടത്തുവാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ ഈ കിടങ്ങറായിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ ക്ഷണിക്കുന്നു. നന്ദി. തിരുവനന്തപുരം സംഘകേളിയുടെ ഊഷ്മളമായ സ്വാഗതം. കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗ്രിഗോറിയോസിൻ്റെ തിരുനാളും 3 സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ലക്ഷ്മണരേഖ ഇടവേള കൂടാതെയാണ് ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ നാടകത്തെക്കുറിച്ചുള്ള നേരിട്ട അന്വേഷണങ്ങൾക്ക് നാടകം ആരംഭിക്കട്ടെ. സംഘകേളി നാടകം ആരംഭിക്കുന്നു. ആകെ ധിക്കരിച്ചത് നിന്റെ കാര്യത്തിൽ മാത്രം. അച്ഛൻ മാത്രമല്ല, അപ്പൂപ്പനും അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു.
കാരിപ്പുഴയിലെ പഞ്ചായത്ത് ഓഫീസും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിരുന്ന നാടകരചന മുഹാദ് വെമ്പായം, സംവിധാനം ജലീൽ സംഘ. നാടകത്തിൽ സീതാലക്ഷ്മിയായിട്ട് അഭിനയിച്ച ഒരു കഥാപാത്രമാണ് പുറത്തോട്ടിറങ്ങി വന്നത്. നാടകമെല്ലാം കണ്ടതുണ്ട്. അപ്പം നമ്മൾ നോക്കി പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഷോ ഇറക്കാൻ നോക്കി. ഇത്തിരി ദൂരമുള്ള കേട്ടോ നമ്മുടെ വീടും പള്ളിയായിട്ട്. അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ എല്ലാവരുമായിട്ട് പോകുന്നത് രസമല്ല. അപ്പനും അമ്മേനെ കയറിപ്പോകുന്നത് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു പ്രണയ കല്യാണത്തെ തുടർന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. 37 വർഷം കഴിഞ്ഞു അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട്. അപ്പോൾ അവരുടെ ഈ ഒരു ജീവിതം ഞാനുൾപ്പെടെ മാതൃകയാക്കേണ്ട ആൾക്കാർ തന്നെയാണ്. ഒരുപാട് ഭാഗ്യം ചെയ്ത മകളാണ് ഞാൻ. ഇങ്ങനൊരു അപ്പനെയും അമ്മേനെയും കിട്ടിയതിൽ സന്തോഷം അല്ലേ. ഇപ്പം അങ്ങോട്ട് കത്തിയില്ല.